ഹലോ, അസ്സലാമു അലൈക്കും. സുഖമല്ലേ എല്ലാവർക്കും? എന്താ വിശേഷം? ഇന്നിപ്പോൾ നമുക്ക് പെട്ടെന്നൊരു അടിപൊളി ലഞ്ച് ഉണ്ടാക്കിയെടുക്കാം. കുറഞ്ഞ സമയം കൊണ്ട് തന്നെ നല്ല സൂപ്പർ ടേസ്റ്റിൽ ലഞ്ച് ഉണ്ടാക്കുക. കുറഞ്ഞ ചിലവിൽ കുറഞ്ഞ സമയം കൊണ്ട് കേട്ടോ. ആദ്യം ചോറ് വെച്ച്, പിന്നെ ഇന്ന് നല്ല ഫ്രഷ് അയില കിട്ടിയിട്ടുണ്ടായിന്. അപ്പോൾ അയില തേങ്ങ അരച്ച് കറി വെക്കാമെന്ന് വിചാരിച്ചിട്ട്. ഇതെങ്ങനെ കറി വെക്കാമെന്ന് വെച്ചാൽ തേങ്ങ മിക്സിയിലിടും, എന്നിട്ട് മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, തക്കാളി, പുളി ഇതിലിട്ട് അരക്കുന്നെങ്കിൽ അരക്കുക. ഞാൻ പക്ഷേ പുളി അധികമായി പോകേണ്ട വെച്ചിട്ട് കുറച്ച് പുളിവെള്ളം ഒഴിക്കിയതിന്. പൊതുവേ എനിക്ക് പുളി ഇഷ്ടമല്ല, പിന്നെ കുറച്ച് പുളിയാക്കിയതിന് കേട്ടോ. പുളി വേണമെങ്കിൽ അതിലിട്ട് അരക്കുക. കുറച്ച് പെരിഞ്ചീരകം ഇട്ട് നന്നായി പേസ്റ്റാക്കി അരച്ചെടുക്കുക. ഇതിപ്പോൾ മീൻ പൊരിക്കാൻ വേണ്ടിയിട്ട് മുളകെല്ലാം പെരക്കി ആ ചട്ടിയിൽ തന്നെ ഞാൻ ആ തേങ്ങ ഒഴിച്ച് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതിട്ട് പച്ചമുളക് ഉപ്പെല്ലാം ഇട്ടിട്ട് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ട് പിന്നെ മീനിട്ടൊന്ന് തിളപ്പിച്ചെടുത്തിട്ട് ഉള്ളിയും കറിവേപ്പിലയും കാച്ചിയാൽ കറി റെഡി ആയിട്ട് അടിപൊളി ടേസ്റ്റ് കറിയാണ് കേട്ടോ. ഫാസ്റ്റിൽ ഉണ്ടാക്കാനും പറ്റും, ടേസ്റ്റുമാണ്. പിന്നെ മീനൊന്ന് പൊരിച്ചെടുത്ത് അത് കഴിഞ്ഞിട്ട് പിന്നെ ക്യാരറ്റ് ചെറുതായി അരിഞ്ഞിട്ട് കുറച്ച് മുളക് പൊടി ഉപ്പും ഒരു പകുതി ഉള്ളി മുറിച്ചിട്ടിട്ട് കടുക് കാച്ചിട്ട് അതൊന്ന് വറുത്തെടുത്ത് ഒരു ലേശം വെള്ളം ഒഴിച്ചിട്ട് വേവിച്ചിട്ടൊന്ന് വറുത്തെടുത്ത് കേട്ടോ. വെന്ത് കഴിഞ്ഞിട്ടാകുമ്പോൾ തേങ്ങ ഇടും. പിന്നെ വഴുതന അതുപോലെ ചെറുതായി മുറിച്ചിട്ട് കടുക് കാച്ചി, അതിന് ഉള്ളിയൊന്നും ഇടില്ല, കുറച്ച് മുളക് പൊടി ഉപ്പ് ഇട്ടിട്ട് പിന്നെ ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുത്ത്. അത് പിന്നെ കുറേ വേവൊന്നുമില്ലല്ലോ, വെള്ളമൊന്നും ഒഴിക്കേണ്ട, ചെറിയ തീയിലൊന്നും അടച്ച് വെച്ചിട്ട് അതും ഒന്ന് വേവിച്ചെടുത്തപ്പോൾ പിന്നെ ലാസ്റ്റ് പപ്പടവും പൊരിച്ചു. നല്ല ടേസ്റ്റ് ലഞ്ചായി. എത്ര പെട്ടെന്ന് അറിയാം. ശരിക്കും ഞാനൊരു അരമണിക്കൂർ ചോറ് വേകാൻ കുറച്ച് ടൈമുണ്ട്, അല്ലാണ്ട് ഈ ബാക്കിയുള്ളത് ഉണ്ടാക്കുമ്പോഴേക്കെല്ലാം അത്രയും ടൈം എടുത്തിട്ടുള്ളൂ. നല്ല ടേസ്റ്റാണ്, നല്ല ലഞ്ചാണ്. എന്നാൽ പിന്നെ വേറെന്താ വിശേഷം? ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് കേട്ടോ. അതിൻ്റെ ഇടയിൽ ക്യാമറക്ക് എന്തോ ഒരു കല പിടിച്ചോ, എന്തോ കറിയോ എന്തോ തെറിച്ചിട്ട് അങ്ങനെ ആയിപ്പോയത്. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരെല്ലാം സബ്സ്ക്രൈബ് ചെയ്യണേ. പിന്നെ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് പ്ലീസ് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. ഒന്നുകൂടി പറയുന്നത്, സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഇൻഷാ അല്ലാഹ് നല്ല വീഡിയോയിലായിട്ട് വീണ്ടും വരാം കേട്ടോ. ലോങ് വീഡിയോ ഇടണം, ഷോർട്ട് ഇടണം, നല്ലതിടണം നല്ല ആഗ്രഹിക്കും, പക്ഷെ പറ്റുന്നില്ല. ഇഷ്ടം വീഡിയോ ഇടാൻ. ഇൻഷാ അല്ലാഹ് സപ്പോർട്ട് ചെയ്യുമെന്ന് വിചാരിക്കുന്നു. വീണ്ടും നാളെ കാണേ. എല്ലാവർക്കും ഒരുപാട് താങ്ക്സ്. അസ്സലാമു അലൈക്കും.